നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നു യൂജിനെ എന്താ വിളിക്കാഞ്ഞത്? തിരുവനന്തപുരത്തെ സ്വദേശി ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള യൂജിൻ ഇമ്മാനുവൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ ഗായകനാണെന്ന് എനിക്കറിയാം. യൂജിനെ സംസാരിക്കുകയോ പാടുകയോ നമ്മളുടെ ഔപചാരികതയില്ലാത്ത ഒരു സെഷനാണല്ലോ. എല്ലാവർക്കും നമസ്കാരം. എനിക്കറിയില്ല, ഞാൻ ഇതിനകത്ത് വന്ന് പെട്ടതാണോ എന്ന് എനിക്കൊരു ചെറിയൊരു ഡൗട്ടുണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷം ഈ ഒരു വലിയ സ്റ്റേജിൽ, പ്രത്യേകിച്ച് ദിലീമ മാം. ഞാൻ എന്നും വീട്ടിലും ദിലീമാമിൻ്റെ പാട്ട് കേട്ടൊക്കെയാണ് വളർന്നത്. മമ്മി ഭയങ്കര ഫാനാണ് മാമിൻ്റെ. അപ്പോൾ ആകാശങ്ങളിലിരിക്കൊക്കെ എന്നും പ്ലേ ചെയ്യണ സോങ്ങാണ് വീട്ടിൽ. അപ്പോൾ സാർ, ഞാനിനി പാടിയാൽ ശരിയാവുമോ എന്നുള്ളൊരു പേടിയും കൂടെ ഉണ്ട്. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു സഭയാണ് മാർത്തോമ സഭ. കാരണം ഞാനിത് വെറുതെ പറഞ്ഞതല്ല. ഞാൻ 1-2 പരിപാടികൾക്ക് വേണ്ടി ദുബായിലും മസ്കറ്റിലും ഒക്കെ മാർത്തോമയുടെ പരിപാടികൾക്ക് വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോഴത്തേനും അതിനകത്തുള്ള എൻ്റെ അടുത്തുള്ള അപ്രോച്ചൊക്കെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിക്കും താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. അപ്പോൾ എനിക്ക് അധികം സംസാരിക്കാൻ വലിയ ഐഡിയ ഇല്ല. കുറച്ചൊക്കെ പാട്ടൊക്കെ പാടിയാണ് പരിചയമുള്ളത്. ഓക്കെ, അച്ഛനാദ്യം കൊച്ചു കുഞ്ഞു ഉപദേശിയുടെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ ഒത്തിരി കേട്ട് വളർന്ന പാട്ടുകളാണ് കൊച്ചു കുഞ്ഞു ഉപദേശിയുടെ. അപ്പോൾ ഉപദേശിയുടെ ഒരു പാട്ട് പാടി തുടങ്ങാം. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വന്നുയർത്തവൻ വാനലോകമതിൽ ചെന്ന് സാധുവെന്നെ ഓർത്തു നിത്യം താതനോട് യാചിക്കുന്നു. സാധുവെന്നെ ഓർത്തു നിത്യം താതനോട് യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തെന്നെ സ്വർഗ്ഗകാനാൻ നാട്ടിലാക്കുവാൻ. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തെന്നെ സ്വർഗ്ഗകാനാൻ നാട്ടിലാക്കുവാൻ. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി വേഗം വരാമെന്നുര ചിട്ടാമയം തീർത്താശ നൽകി. വേഗം വരാമെന്നുര ചിട്ടാമയം തീർത്താശ നൽകി. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലു
സമ്പത്തില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. യേശു മാത്രം സമ്പത്താകുന്നു. യേശു മാത്രം സമ്പത്താകുന്നു. യോജനെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ പാട്ട് ഞങ്ങൾ ചെവി കൊണ്ടല്ല കേട്ടത്, ഞങ്ങളുടെ ഹൃദയത്തിലേക്കാണ് ഈ പാട്ട്. സാധുവിൻ്റെ വരികളും സാധുവിൻ്റെ പാട്ടുകളും കേട്ടാണ് ഞങ്ങളുടെ വീടുകൾ ഉണർന്നതും ഉറങ്ങിയതും. ഈ കേരളക്കരയിലെ പല വീടുകളിലും ഈ പാട്ട് തന്നെ ആദ്യം പാടിയതിലുള്ള സന്തോഷം അറിയിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ ശബ്ദം കൊണ്ട് അനുഗ്രഹീത ഗായകനാണ് പ്രിയപ്പെട്ട സേവ്യർ അച്ഛൻ. ഏത് പാട്ടും അനായാസം പഠിക്കാനും പാടാനുമുള്ള അച്ഛൻ്റെ കഴിവ്, ദൈവം അച്ഛന് നൽകിയ ഈ വരദാനം, അനേക ഇടങ്ങളിൽ സംഗീത ശുശ്രൂഷ നിർവഹിപ്പാൻ ദൈവം അച്ഛനെ ബലപ്പെടുത്തുന്നു. നിങ്ങൾ അച്ഛൻ്റെ പാട്ട് കേൾക്കാൻ ആവേശത്തോടെ ഇരിക്കുകയാണെന്നറിയാം. ഞാൻ വാക്കുകൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ആമുഖങ്ങളൊന്നുമില്ലാതെ പ്രിയപ്പെട്ട സേവ്യർ അച്ഛനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ തെയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനി, അഭിമന്യനായ സെറാഫിം തിരുമേനി, അപ്രേം തിരുമേനി, വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിലേറെ സ്നേഹമുള്ള കൂട്ടുകാരെ, ഏവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നല്ല സന്തോഷമുള്ള സംഗീത നിർഭരമായ ഒരു വേദിയും സദസ്സും തീർച്ചയായും ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മളായിരിക്കുമ്പോൾ ഒരുപാട് സന്തോഷവും അഭിമാനവും നന്ദിയുമുണ്ട്. എനിക്ക് ഈ മാർത്തോമാ സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു സന്ധ്യയിൽ എല്ലാവരോടും കൂടെ ചേരുവാൻ സാധിച്ചതിൽ ആദ്യമായി അതിന് അനുവാദം നൽകിയ സഭാധ്യക്ഷനെയും എല്ലാ പിതാക്കന്മാരെയും അതിലേക്ക് എന്നെ നിയോഗിച്ച ഏറെ സ്നേഹമുള്ള എൻ്റെ സുഹൃത്തും സഹോദരതുല്യ സ്നേഹവുമൊക്കെയുള്ള എന്നും നന്മകളിലൂടെ എന്നെ ചേർത്ത് പിടിക്കുന്ന പ്രിയപ്പെട്ട പോളച്ചനെയുമൊക്കെ നന്ദിയോടെ ഓർക്കുകയാണ്, അവർക്ക് നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ട ഉമ്മനച്ചൻ സോണിയച്ചനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരുമിച്ച് ഒരു മ്യൂസിക് കോഴ്സ് പഠിച്ചു. അച്ഛനത് കുറച്ചുകൂടി കൂടുതൽ പഠിച്ചു. എനിക്ക് കൂടുതൽ പഠിക്കാനുള്ളൊരു സാഹചര്യം കിട്ടിയില്ല. അച്ഛനത് പരിശുദ്ധ സഭയുടെ സംഗീത വിഭാഗത്തിൻ്റെ തലവനായി ശുശ്രൂഷ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട അച്ഛനോടൊപ്പം, അതുപോലെ തന്നെ ദലീമ മാം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ഞങ്ങളുടെ മൂന്നാമത്തെ ഞങ്ങൾ ഒരുമിച്ച് വരുന്ന 2 സന്ദർഭങ്ങളിൽ കത്തോലിക്ക സഭയുടെ ദേവാലയങ്ങളിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പ്രിയ മാമിനെ കാണാനും ഒരുമിച്ചൊക്കെ വേദി പങ്കിടാനും സാധിച്ചു. പ്രിയപ്പെട്ട അനുവിസ് സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ മാത്രമാണ് പരിചയം. യൂജിനെയും ഇന്ന് ഇവിടെ വന്ന് കാണാൻ സാധിച്ചു. ഇവരെല്ലാം നല്ല ഗാനങ്ങളൊക്കെ പാടി ഒരു നല്ല അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുക. ഞാൻ അച്ഛനോട് ചോദിച്ചു എൻ്റെ ഒരു റോൾ എന്താണ് എന്നുള്ളത്. അച്ഛൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞു എല്ലാ പാട്ടുകളും പാടും. അതൊരു ശരിയാണ്. ഒത്തിരി റിക്വസ്റ്റുകളും ഈ പോസ്റ്ററിൽ പടമൊക്കെ കണ്ട് ഒത്തിരി ആളുകൾ കുറേ റിക്വസ്റ്റ് പറഞ്ഞു. അതൊന്നും ഇവിടെ പാടാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഷിജോയും സംഘവും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരു നല്ല പാട്ട്, നല്ല മെലഡിയൊക്കെ കേട്ട് ഉറക്കത്തിൻ്റെ ഒരു മൂഡിലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആണോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും ചേർന്നൊരു ഹാലലുയ പറയാമോ? ഹാലലുയ, ഹാലലുയ. ഓക്കെ. അപ്പം ഞാൻ പാടാൻ കൊണ്ടുവന്ന പാട്ടിൽ നിന്നൊരു ചെറിയ മാറ്റം, നൊട്ടേഷൻ സ്റ്റാൻഡ് തരാം. പാടാൻ വന്ന ഞാനൊന്ന് പ്രിപ്പയർ ചെയ്ത പാട്ടൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാവരും ഒന്ന് കൈയടിച്ച് പാടാൻ പറ്റുന്ന ഒരു പാട്ട്. ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, പ്രിയപ്പെട്ട അനുസാർ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി, ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ ഇന്ന് ലഹരിക്ക് അടിമകളായി പോകുന്ന ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് വേടൻ എന്ന ഗായകൻ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലും അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങൾ, ദൃശ്യശ്രവണ മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹം
വളരെയേറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു വലിയ വിഭാഗം ആളുകൾ വേടന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. കാരണം വേടൻ ഒരു അവഗണിക്കപ്പെട്ട സമൂഹത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അവൻ്റെ കലയെ ചേർത്ത് പിടിക്കണമെന്നൊക്കെയുള്ള ഒരുപാട് വാദങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ അന്യായങ്ങളിലേക്കല്ല പ്രവേശിക്കുന്നത്, മറിച്ച് അയാൾ മുന്നോട്ട് വയ്ക്കുന്ന, അയാൾ എടുത്തുപയോഗിക്കുന്ന കല എത്രമാത്രം ശ്രേഷ്ഠമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന് കിട്ടുന്ന പിന്തുണ. അപ്പോൾ ഞാൻ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഒത്തിരി പേരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്നവരുണ്ട്, നല്ല പാട്ടുകാരുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ പാട്ടുകൾ ഒരു പരിധിക്കപ്പുറത്ത് ആളുകളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് പര്യാപ്തമാണോ എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെയൊക്കെ വിശ്വാസം ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ പല ഇടങ്ങളിലും നിന്നൊക്കെ മനസ്സിലാക്കിയത്, ഒരുപാട് നല്ല ചിന്തകൾ, നല്ല ബോധ്യങ്ങൾ, ഈ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള ബോധ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു ചോദ്യം മാത്രമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഈ സമയത്ത്. ഇതൊരു വലിയ നല്ല സദസ്സായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം വചനപ്രകാരം നാം ചിന്തിച്ചാൽ നിത്യതയിലുള്ള പ്രിയനോടൊത്തുള്ളതായ ഒരു വലിയ വാസമാണ്. അതിനുവേണ്ടിയാണല്ലോ നാം ഈ ലോകത്തിൽ അധ്വാനിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഒക്കെ. അപ്പോൾ തീർച്ചയായും നമുക്ക് ഒരു റോൾ മോഡലായി ഈ ലോകത്തിൻ്റെ നേതാക്കന്മാരല്ല, മറിച്ച് നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്ത് വീണ്ടും വന്ന് ചേർത്തുകൊള്ളുമെന്ന് വാഗ്ദാനം ചെയ്ത ക്രിസ്തുവിലാണ്. അതുകൊണ്ട് തന്നെ ആ സുന്ദരനായ മനോഹരനെ, അവനെ പിരിഞ്ഞ് ഈ ലോകയാത്രയില്ല എന്ന് ഈ കോൺഫറൻസ് കഴിഞ്ഞു പോകുമ്പോൾ സധൈര്യം പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഏവർക്കും സുപരിചിതമായൊരു ഗാനമാണ്, പൂർവ്വപിതാക്കന്മാർ പാടി, കൂട്ടായ്മകളിലൊക്കെ നമ്മൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുള്ളൊരു ഗാനം. ആ ഗാനം എല്ലാവരും, ഞാൻ പാടുക എന്നുള്ളതല്ല, നിങ്ങൾ കേൾക്കുക എന്നുള്ളതല്ല, ഒരുമിച്ച് നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ മുന്നോട്ട് പോകാം. എനിവേ, എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല? മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സർവാക സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല? മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. യെരൂശലേം പുത്രിമാരിൻ ചുറ്റും നിന്നുരാപം, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകൾ. യെരൂശലേം പുത്രിമാരിൻ ചുറ്റും നിന്നുരാപകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകൾ. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല?
മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. യോഗസുഖ സൗകര്യങ്ങളാവുന്ന പ്രതാപങ്ങൾ മോടിയോട് കൂടി എന്നെ മാടി വിളിച്ചാൽ, ലോകസുഖ സൗകര്യങ്ങളാവുന്ന പ്രതാപങ്ങൾ മോടിയോട് കൂടി എന്നെ മാടി വിളിച്ചാൽ, സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര ജാഗ്രതരാം ചാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. വെള്ളത്തിൻ കുമിള പോലെ നിന്നെ വിളങ്ങിടുന്ന ചെടിക സുഖങ്ങളെന്നെ എതിരേൽക്കുകിൽ, വെള്ളത്തിൻ കുമിള പോലെ നിന്നെ വിളങ്ങിടുന്ന ചെടിക സുഖങ്ങളെന്നെ എതിരേൽക്കുകിൽ, സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര ജാഗ്രതരാം ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. എൻ പ്രിയനെ പൊൻ സുന്ദരരെ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. ചേർന്ന് പാടാ. എൻ പ്രിയനെ പൊൻ സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര ജാഗ്രതരം ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ 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 മണ്ണി പ്രതി മാണിക്യം. Praise the Lord. Praise the Lord. Thank you. സോണിയച്ച, അതിഥികളുടെ ഊഴമെല്ലാം കഴിഞ്ഞു. ആതിഥേയനായ സോണിയച്ചൻ മാർത്തോമാ സഭയുടെ സംഗീത ശുശ്രൂഷയെ നയിച്ചുകൊണ്ടിരിക്കുന്ന, സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ബഹുമാനമുള്ള സോണിയച്ചൻ. അച്ഛൻ സംസാരിച്ചു കഴിഞ്ഞു, ഇനി നേരിട്ട് പാട്ടിലേക്ക് പോവാം അല്ലേ? താങ്ക് യു. അഭിവന്യ തിരുമേനിമാരെ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. മാർത്തോമാ സഭയ്ക്ക് പല കാര്യങ്ങളിലും അഭിമാനിക്കാൻ നിസ്തുലമായ കാര്യങ്ങളുള്ളതുപോലെ തന്നെ സഭാ സംഗീതവും ഏറെ പ്രശംസനീയവും നിസ്തുല്യവുമാണ് എന്ന കാര്യം പല ആവർത്തി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളത് കേട്ടിട്ടുണ്ട്. നമുക്ക് ലഭിച്ചിട്ടുള്ള പൈതൃകമായ സംഗീതത്തിൻ്റെ വലിയ ട്രഷർ, വലിയ നിധി നമ്മൾ പാടി തലമുറയ്ക്ക് കൈമാറി, നമ്മുടെ സമൂഹത്തിന് കൈമാറി, നമ്മുടെ സാക്ഷ്യത്തിൻ്റെ പ്രകാശനം നിർവഹിക്കണമെന്ന് ദൈവം തിരുസഭയിലൂടെ ആഗ്രഹിക്കുന്നു. നമ്മുടെ ക്രിസ്തീകീർത്തനത്തിലുള്ള 2-3 പാട്ടുകൾ സമയം പരിമിതമായതുകൊണ്ട് ഒന്ന് കണക്ട് ചെയ്ത് പാടി അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇവിടെ പാടിയ പാട്ടുകളെല്ലാം തന്നെ വ്യത്യസ്തതയുള്ള പാട്ടുകളാണ്. ആ പാട്ടുകളൊക്കെ തന്നെ വരികളും അതുല്യമായ വരികൾ ഉൾക്കൊണ്ട പാട്ടുകളാണ്. ആശയവും ദൈവശാസ്ത്രവും ഒക്കെ ആഴത്തിലുള്ളതാണ്. ഞാനിവിടെ പാടാൻ പോകുന്ന പാട്ടുകൾ നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾ പാടുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്ത പാട്ടുകളാണ്. അതിൻ്റെ ഒരു അനുക്രമം ഒന്ന് ചേർത്ത് വെച്ച് പാടാൻ ശ്രമിക്കുകയാണ്. അറിയാവുന്നവർ എന്നോട് കൂടെ ചേർന്ന് പാടണം. അല്ലെങ്കിൽ അറിയാൻ കഴിയാത്ത ആളുകൾ ആവർത്തിച്ച് പാടുമ്പോൾ
കൂടെ പാടുന്നത് ഒരു സപ്പോർട്ടാണ്. യേശുനായക ശ്രീശ നമോ നമോ, നാശവാരണ സ്വാമിൻ നമോ നമോ, മൂഷപൂജിത രൂപ നമോ നമോ, മഹീപാദ. യേശുനായക ശ്രീശ നമോ നമോ, നാശവാരണ സ്വാമിൻ നമോ നമോ, മൂഷപൂജിത രൂപ നമോ നമോ, മഹീപാദ. മാനുവേലനെ പാഹി നമോ നമോ, ദീനവത്സല ക്രിസ്തോ നമോ നമോ, സർവപൂജിത ദേവ നമോ നമോ, ദിനമാകെ. നാഥനത്തെ തന്നരികളിൽ, നാഥനത്തെ തന്നരികളിൽ, വൻ തലയെ തകർക്കും പിഴച്ചു നടക്കും അവൻ്റെ മുടികൾ, വൻ തലയെ തകർക്കും പിഴച്ചു നടക്കും അവൻ്റെ മുടികൾ, മൂടിയ നെറുകയെ തന്നെ മുടിക്കുമാതിനാഥനുര ചെയ്തു താനനിശമീ. പരദേവനകോ നമുക്ക് പരിത്രാണനത്തിനധിപൻ, മരണത്തിൽ നിന്നൊഴിവു കർത്തനാമഖിലം ശക്തനിൻ തിരുകരത്തിലുണ്ടരിശമീ. പരദേവനകോ നമുക്കോ ദേവാനന്ദനൻ കുരിശെടുത്തു പോവതു കാൺമിൻ പ്രിയരേ. ദേവാനന്ദനൻ കുരിശെടുത്തു പോവതു കാൺമിൻ പ്രിയരേ. കാവിലുണ്ടായ ശാപം ഓവാനിഹത്തിൽ വന്നു, കാവിലുണ്ടായ ശാപം ഓവാനിഹത്തിൽ വന്നു, നോവേറ്റു തളർന്നയ്യോ ചാവാനായി ഗോൽഗോഥായിൽ, നോവേറ്റു തളർന്നയ്യോ ചാവാനായി ഗോൽഗോഥായിൽ. ദേവാനന്ദൻ കുരിശെടുത്തു പോവതു കാൺമിൻ പ്രിയരേ. ജീവനായകനെ മനുവേ, ജീവനായകനെ മനുവേലേ, ജീവകൃപയിൽ നിജ വിയർപ്പുവെള്ളം എൻ്റെ മേലൊഴിച്ചു പാപത്തിൽ നിന്നുണർത്തി. ജീവകൃപയിൽ നിജ വിയർപ്പുവെള്ളം എൻ്റെ മേലൊഴിച്ചു പാപത്തിൽ നിന്നുണർത്തി. ദേവാനന്ദൻ
പ്രിയരേ. പരദേവനഹോ നമുക്കു പരിത്രാണനത്തിനധിപൻ, മരണത്തിൽ നിന്നൊഴിവു കർത്തനാമഖിലം ശക്തനി തിരുകരത്തിലുണ്ടനിശമീ. പരദേവനഹോ നമുക്കു പരിത്രാണനത്തിനധിപൻ, മരണത്തിൽ നിന്നൊഴിവു കർത്തനാമഖിലം ശക്തനി തിരുകരത്തിലുണ്ടനിശമീ. പരദേവനഹോ നമുക്കു പരിത്രാണനത്തിനധിപൻ, മരണത്തിൽ നിന്നൊഴിവു കർത്തനാമഖിലം ശക്തനി തിരുകരത്തിലുണ്ടനിശമീ. പരദേവനഹോ നമുക്കു താങ്ക് യു. സോണിയച്ചൻ പറഞ്ഞു തുടങ്ങിയത് സംഗീതത്തിൻ്റെ ഭാഷ എന്തിൻ്റെ ഭാഷയാണെന്നാണ് പറഞ്ഞത്. സ്നേഹത്തിൻ്റെ ഭാഷയാണ്. തീർച്ചയായിട്ടും ആദ്യത്തെ ദിവസം സംഗീതം ഇഷ്ടപ്പെടുന്നവരോട് കൂടാൻ പറഞ്ഞപ്പോൾ പകുതിയിലധികം ആളുകൾ അച്ഛൻ്റെ 4 ചുറ്റും കൂടി. അച്ഛൻ, ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അച്ഛൻ്റെ കരങ്ങളിൽ സഭയുടെ സംഗീത ശുശ്രൂഷ അനുഗ്രഹീതമായിരിക്കും, അത് ധന്യമായിരിക്കും. കൂടുതൽ മുൻപോട്ട് പോകുവാൻ അച്ഛനെ ദൈവം സഹായിക്കട്ടെ. നമ്മൾ വായിക്കുന്നുണ്ട്, അവർ അവനോടൊപ്പം സ്തോത്രഗാനങ്ങൾ പാടി ഒലിവ് മലയിലേക്ക് പോയി എന്ന്. അപ്പോൾ യേശുവും ശിഷ്യന്മാരും പോകുന്ന യാത്രയിൽ അവർ പാട്ട് പാടിക്കൊണ്ടാണ് പോയത്. ദലീമ മാഡം ഉറങ്ങിപ്പോയോ? ഈ പാട്ടുകളൊക്കെ കേട്ട് ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. എല്ലാവരും ആസ്വദിച്ചിരിക്കുമ്പോൾ മാഡവും ആസ്വദിച്ചിരിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ പാട്ടിലേക്ക് പോവാം. ഇതിപ്പോൾ സാറിൻ്റെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേ നിങ്ങളുടെ എല്ലാവരും പാട്ട് ഞാൻ ഈ പാടണമെന്ന് വേണ്ടയോ എന്നൊരു സംശയത്തിലാണിപ്പോൾ. ഇത്ര അസാധ്യ ദൈവം ഈ കാണുമ്പോഴേ വളരെ ഇങ്ങനെ പാവമായിട്ട് നിൽക്കും. പക്ഷേ ആ ശബ്ദത്തിൻ്റെ വരവ് ഒരു വരവ് തന്നെയാണ് കേട്ടോ. സാധാരണ ഗാനമേളകളൊക്കെ ദീർഘദിവസത്തെ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടാണ്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായല്ലോ, ഇവർ നേരെ സ്റ്റേജിലേക്ക് വരികയാണ്. പക്ഷേ പുറകിൽ നിൽക്കുന്നവർ വളരെ ശക്തരാണെന്നൊരു വിശ്വാസം ഈ 4 ദിവസമായിട്ട് നമ്മളത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവം വിരലിലൂടെ സംഗീതം നൽകുന്ന പ്രിയപ്പെട്ടവർ, ശബ്ദത്തിലൂടെ സംഗീതം നൽകുന്നവർ. അതുകൊണ്ട് തന്നെ മാഡം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഓർക്കസ്ട്ര പുറകിലുണ്ട്. അതുകൊണ്ട് ഇപ്പോഴാണ് അതൊക്കെ പറയുന്നത്. പക്ഷേ നിങ്ങൾക്കതൊന്നും മനസ്സിലായിട്ടില്ല. നേരത്തെ പ്രാക്ടീസ് ചെയ്തിട്ടല്ല ആരും പാടുന്നത്. ദൈവം നൽകിയ ഈ സംഗീതത്തിൻ്റെ അതുല്യമായ പ്രതിഭ. നീതി സൂര്യനെ മനതാരിൽ വാഴണേ, ജീവനാഥനെ നിറയേണമേഴയിൽ മമ വേദന സ്വയമേറ്റതാ മേലെ വാഴും ദൈവം. നീതി സൂര്യനെ മനതാരിൽ വാഴണേ, ജീവനാഥനെ നിറയേണമേഴയിൽ. കൊടും
സൂര്യനീ മനതാരിൽ വാഴണീ ജീവനാഥനീ നിറയേണം ഏഴയിൽ. താങ്ക് യു. ജനസേവനവും പാട്ടും കൂടെ എങ്ങനെയാണ് ഒന്നിച്ച്? ഇപ്പോൾ പാട്ട് കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചോ? പാട്ട് നമ്മൾ ദൈവം തന്ന ദാനമാണ്. അതൊരിക്കലും നമ്മളുടെ ഉള്ളിൽ നിന്ന് പോവില്ല. അപ്പം പ്രാക്ടീസ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. നിയമസഭയിൽ പാടിയിട്ടുണ്ടോ? നിയമസഭയിൽ സ്ഥിരം പാടാറുണ്ട്. അത് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. നിയമസഭയിൽ പാടിയ ഒരു പാട്ട് ഒന്ന് മൂളാമോ? നിയമസഭയിൽ ഞാൻ കൂടുതൽ കവിതകളാണ്, കവിതയാണ് പാടുന്നത്. അത് ഞാൻ തന്നെയൊക്കെ എഴുതിയ കവിതകളൊക്കെ എനിക്ക് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ അത് ഒരു അത്ഭുതമാണ്. കാരണം ഈ നിയമസഭയിൽ ആളാകാൻ ഞാനൊന്നുമല്ല, അറിയാമല്ലോ, ഞാൻ രാഷ്ട്രീയത്തിൽ ഒരു അറിവും ഇല്ലാത്തവളാണ്. പക്ഷേ ദൈവമാണ് നമ്മളെ ഇങ്ങനെ നയിച്ചിങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പം ഞാനെപ്പോഴും പ്രസംഗിക്കുന്നതിന് മുന്നേ ഞാൻ തലേ ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവം നാളെ ഞാൻ എന്താണ് തുടക്കം കുറിക്കേണ്ടത്, എനിക്കൊന്നും അറിയില്ലല്ലോ. പക്ഷേ ഒരു വെളുപ്പിനെ ഞാൻ ഉണരുന്നത് ഏതെങ്കിലും ഒരു പാട്ടുമായിട്ടായിരിക്കും. ആരോ പാടി എനിക്ക് തരുവാണ്, നീ ഇത് സ്റ്റാർട്ട് ചെയ്തോളൂ, നീ അവിടെ വിജയിക്കും, എല്ലാവരും നിന്നിലേക്ക് ശ്രദ്ധ വരും എന്നാരോ എനിക്ക് പറഞ്ഞു തരും. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവം ഇങ്ങനെ, ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ നടക്കുന്നതായിട്ട്, എൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമെന്നൊന്ന് എപ്പോഴും എനിക്ക് അത് മാത്രമാണ് എൻ്റെ അനുഭവം. കാരണം ഞാൻ പാടുമെന്ന് പോലും തോന്നില്ല. 2012 തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ നടന്നവളാണ്. ഇങ്ങനെ തൈറോയിഡിൻ്റെ ഇത്രയും കട്ട് ചെയ്ത് കളഞ്ഞത്. അന്ന് പോലും തിരിച്ചു വരുമെന്ന്, തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് പാട്ട് പാടുമെന്ന് അങ്ങനെ പാടിയവരില്ല, മനസ്സിലായോ? പക്ഷേ അവിടെ നിന്ന് ദൈവം എന്നെ, എന്ന് വെച്ചാൽ ഞാൻ ഈ തൈറോയിഡിൻ്റെ ഓപ്പറേഷന് പോകുമ്പോൾ തന്നെ പല ഡോക്ടേഴ്സും പറഞ്ഞു സൗണ്ട് തരാൻ പറ്റില്ലെന്ന് തന്നെ പറഞ്ഞു. കാരണം ഗോയിറ്ററായി പോയിരുന്നു, ഗോയിറ്ററായി മാറി, ക്യാൻസർ ആവാൻ സാധ്യത എന്നൊക്കെ പറഞ്ഞു. അപ്പം എല്ലാ ദിവസവും വെളുപ്പിനെ 3 മണിക്ക് ഞാൻ എഴുന്നേറ്റ് മുട്ടയിൽ നിന്ന് പ്രാർത്ഥനയാണ്, കൈവിരിച്ചു നിന്ന് പ്രാർത്ഥിക്കുന്നത്, എനിക്ക് സൗണ്ട് ഇല്ലെങ്കിൽ നീ എന്തിനാ എന്നെ ഇങ്ങനെ, എനിക്ക് എന്തിനാ ഇനി ഒരു ജീവിതം, എനിക്ക് ജീവിതം വേണ്ട എന്ന് ഞാനിങ്ങനെ ദൈവത്തോട് എന്നെ എടുത്തോളൂ, പാട്ടില്ലാതെ ഞാൻ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കും എന്ന് എപ്പോഴും പറയുമായിരുന്നു. പക്ഷേ ഞാൻ ആശുപത്രിയിലോട്ട് പോകുന്ന വഴി എനിക്ക് എൻ്റെ ചേട്ടൻ്റെ മോൻ വിളിച്ചിട്ട് പറയണം, അതിൻ്റെ ഈ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ കയറി ഒരു ഒപ്പീനിയൻ ചോദിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഹോസ്പിറ്റലിലോട്ട്, അതൊരു പിന്നെ ഡോക്ടർ ടോം ബാബു, നമ്മൾ സിൽവർ ലൈൻ ഹോസ്പിറ്റലിലോട്ട് കയറി. അവിടെയല്ല, ഓപ്പറേഷൻ നിശ്ചയിച്ച വേറൊരു ഹോസ്പിറ്റലാണ്. അവിടെ കയറി അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, ചേച്ചി ധൈര്യമായിട്ട് പോയിക്കോളൂ, ഓപ്പറേഷന് പോയിക്കോളൂ, അവിടെ നല്ല ഞങ്ങളുടെ പ്രൊഫസേഴ്സാണ് ഇരിക്കുന്നത്, എൻ്റെ സൗണ്ടൊക്കെ തിരിച്ചു തരും, ചേച്ചി വിശ്വസിക്കുന്ന പോലെയല്ല, അവരെങ്ങനെ പറഞ്ഞുവെങ്കിലും ചേച്ചിക്ക് സൗണ്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇവിടെ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു. മനസ്സിലായില്ലേ? എന്നെ ദൈവം അങ്ങോട്ട് നയിക്കുകയാണ്, ഓർത്തോളണം. എനിക്ക് പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. 3-ാം ദിവസം ചേച്ചിക്ക് പാടാമെന്ന് പറയുക, മനസ്സിലായില്ലേ? 3-ാം ദിവസം പാടാം. ഓപ്പറേഷൻ കഴിഞ്ഞു, സൗണ്ട് തിരിച്ചു വരുന്നില്ല. 1 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഒരു പാട്ട് പാടാൻ വിളിക്കുകയാണ്. ഞാൻ പാട്ടിന് സൗണ്ടില്ല, ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് സൗണ്ട് തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എനിക്ക് സൗണ്ട് കിട്ടിയിട്ടില്ല. സംസാരിക്കുന്നുണ്ട്, പക്ഷേ പാടാനുള്ള ശബ്ദം എനിക്കില്ല. അപ്പോൾ എനിക്ക് അത് തന്നില്ലല്ലോ. ചേച്ചിയുടെ വോക്കൽ കോഡിന് ഒരു തകരാറും ഇല്ല, ചേച്ചിയുടെ തോന്നലുകളാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് പാടാൻ പറ്റുന്നില്ല. റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ അവർ വിളിച്ചു, ഉള്ള സൗണ്ടിൽ പാടിത്തന്നാൽ മതി. ഞാൻ പറഞ്ഞു, എനിക്ക് പാടാൻ സൗണ്ടില്ല, ശബ്ദം പോലും ഇല്ല, പിന്നെ ഞാനിങ്ങനെ പാടുന്നതെന്ന് ചോദിച്ചു. ചേച്ചി അവിടെ വരൂ എന്ന് പറഞ്ഞു. ചേച്ചി അവിടെ വരണം എന്ന് പറഞ്ഞു. ഞാൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ചെന്നു. ഈ പേപ്പർ പിടിച്ച് ഞാനിങ്ങനെ നിൽക്കുകയാണ്. എന്താണ് ഇത് ഞാൻ പാടേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അവർ ട്യൂണൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ ഞാൻ ഈ മൈക്കിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. ഞാനിങ്ങനെ ഒറ്റ വരികളിങ്ങനെ പാടി, എനിക്ക് പാട്ടായിട്ട് തോന്നിയില്ല. ഞാൻ ഇങ്ങനെ പാടി തുടങ്ങിയതുപോലെ അനുഭവപ്പെട്ടു. അപ്പുറത്തുനിന്ന് പിന്നെ കേൾക്കുന്നത് അവർ പറയുന്നത് ഞാൻ മനോഹരമായിട്ട് പാടുന്നു എന്നാണ്. അവർ കേൾക്കുന്നത് ഞാൻ മനോഹരമായിട്ട് പാടുന്നു എന്നാണ് അവർ പറഞ്ഞത്. പിന്നീട് എത്രയോ സ്ഥലങ്ങൾ ദൈവം എന്നെ ഈ സംഗീതവുമായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, പല രാജ്യങ്ങളും കാണുവാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് അതൊരു എന്താ പറയുക, കർത്താവിൻ്റെ ഇടപെടലാണ്, നമ്മളോടുള്ള ഇടപെടലാണ്. എൻ്റെ ജീവിതം മുഴുവനും എൻ്റെ ദൈവത്തിൻ്റെ ഇടപെടലാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞാലൊന്നും അതൊന്നും തീരത്തില്ല. ഇവിടെ നിന്ന് ഞാൻ പലതും പറയേണ്ടതായിട്ട് വരും. എപ്പോഴും ഒരു ഇടപെടൽ
നമുക്കുണ്ട്. എനിക്ക് എൻ്റെ ജീവജാലങ്ങളുടെ കാര്യത്തിൽ പോലും അല്ലേ, ഞാൻ സ്നേഹിക്കുന്ന ഇപ്പോൾ വഴിയരിയിൽ കൂടെ പോകുന്ന മൃഗങ്ങളെയും കിളികളെയും എനിക്ക് തോന്നണം എല്ലാ ജീവികളെയും സ്നേഹിക്കുന്നവളാണ് ഞാൻ. അങ്ങനെ സ്നേഹിക്കാൻ എൻ്റെ ദൈവം പഠിപ്പിക്കുകയാണ് എന്നെ എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഒരു എന്താ പറയുക, എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും വർണ്ണിക്കാൻ. അതിലേക്കും എന്നെ നയിക്കുകയാണ്. അതൊക്കെ ഞാൻ പറഞ്ഞാൽ അതൊരു അനുഭവം തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ദൈവം എൻ്റെ കൂട്ടത്തിലുണ്ട്. ഏതായാലും നിയമസഭയിൽ പാടിയ കവിതകൾ, കുറേ കവിതകൾ പല വിധത്തിൽ ഞാൻ പാടിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഓർക്കുന്നില്ല. എങ്കിലും ഞാൻ കവിത എഴുതി വയ്ക്കുന്നവളാണ്. പിന്നെ അതിൽ അന്ന് പാടിയതല്ലാത്തൊരു കവിത, ഞാൻ എഴുതിയ കവിത പാടാം. പാട്ടായിട്ട് പാടുന്നില്ല, പറഞ്ഞു തരാം. സുപ്രഭാതങ്ങൾ വന്നണഞ്ഞിടവേ ഉൾപ്രമോദത്താൽ ഞാൻ തിരഞ്ഞിടുന്നു. കൺകണ്ട കാലത്തിൻ നന്മകളെല്ലാമേ ചോരയൊലിക്കുന്ന വാർത്തയിൽ മുങ്ങുന്നു. എത്രയോ വാർത്തകൾ പത്രക്കടലാസിൽ കണ്ടു നടുങ്ങിയൻ മാനസം വിങ്ങുന്നു. പിന്നെ കുറേ എഴുതിയിട്ടുണ്ട്. ഇനിയൊരു രാജ്യത്ത് പട്ടിണിക്കോലങ്ങൾ ഭക്ഷണമില്ലാതെ മണ്ണ് ഭുജിക്കുന്നു. മറുരാജ്യം സൗന്ദര്യ പോഷണത്തിനായി കോടികൾ വാരി എറിഞ്ഞു മതിക്കുന്നു. പണവും പ്രതാപവും ഇല്ലാതൊരു കൂട്ടർ കീറത്തുണി മറയാക്കി ഉറങ്ങുന്നു. ദൈന്യത മുറ്റും മിഴികളുമായി ഇന്ന് ഭക്ഷണം തേടി ഇരക്കുന്നു പൈതങ്ങൾ. എവിടെയും കഞ്ചാവിൻ ഗന്ധം പരക്കുന്നു. അറുതിയില്ലാതെ ഇന്ന് മക്കൾ നശിക്കുന്നു. അവിടെവിടെയായി ബോംബുകൾ പൊട്ടുന്നു. മാംസവും രക്തവും ചിന്നിച്ചിതറുന്നു. ഐശ്വര്യങ്ങൾ തട്ടിത്തെറിപ്പിച്ചു ചോരയിലായി നൃത്തമാടുന്നു മാനവർ. നിഷ്ഠൂര താണ്ഡവമാടി ഈ ഭൂമിയെ എറിയുന്നു. തമസിൻ്റെ കൈകളിൽ കൊല്ലുന്നു. ദുഷ്ടരാം മാനവർ ഒപ്പമായി കൂടി സൃഷ്ടിക്കു തന്നെ വിരാമം കുറിക്കവേ. ഉഗ്രപ്രതാപിയായി വരികൻ്റെ സൃഷ്ടാവേ, അങ്ങിൻ്റെ നീതി നടപ്പിലാക്ക. അണ്ടകടാഹങ്ങളെല്ലാം വലിച്ചെടുത്ത അന്തിതൻ സൂര്യനായി നീ വാഴുക. അതെൻ്റെ ഒരു കവിതയുടെ ഭാഗമാണ്. ശബ്ദം തിരിച്ചു തന്ന ദൈവത്തിന് നമുക്കൊരു കൈകളെ അടിച്ച് ദലീമയ്ക്ക് ശബ്ദം തിരിച്ചു തന്ന ദൈവത്തിന് നന്ദി പറയാം. അപ്പം അങ്ങനെ അനേകം കവിതകൾ, നമ്മളെ എപ്പോഴും നമ്മളെ അനുഭവങ്ങളിലൂടെ ഞാൻ എഴുതി വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക, അതൊക്കെ കവിതകളായിട്ട് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബോറടിക്കും. അതാണ് പ്രശ്നം. അപ്പോൾ എൻ്റെ ജീവിതം അങ്ങനെ എഴുത്ത് എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ അമ്മ നല്ല കവിയായിരുന്നു. കവിയെന്നല്ല, നല്ലോണം എഴുതാൻ ആഗ്രഹിക്കുന്ന ആളായിരുന്നു. അച്ഛൻ നല്ല ഗായകനായിരുന്നു. അമ്മയും പാടുന്ന ആളായിരുന്നു. അമ്മയുടെ സൗണ്ടാണ് എനിക്ക് കിട്ടിയത്. അമ്മയ്ക്കൊക്കെ ഇങ്ങനത്തെ ടോണാണ്, ഇതേ സൗണ്ടാണ് അമ്മ. എന്നെ ജാനകിയമ്മയുടെ പേരൊക്കെ എൻ്റെ പേരോട് ചേർത്ത് വെച്ചത് അത് ഒരുപക്ഷെ എന്നെ കുറേയേറെ കർത്താവിൻ്റെ പാട്ടുകൾ പാടിക്കുവാനാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ജാനകിയമ്മയുടെ സൗണ്ടാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് പാട്ടുകൾ ഇഷ്ടം പോലെ കിട്ടിയത് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നീട് ഒരുപക്ഷെ സിനിമയിൽ ഇങ്ങനെ ആയി കുറച്ച് പാട്ടൊക്കെ പാടിക്കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ജാനകിയമ്മയ്ക്ക് പകരം ജാനകിയമ്മയുണ്ട്. പിന്നെ ദലീമയുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചവരും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എനിക്ക് എന്നും നന്ദി മാത്രമേ ഉള്ളൂ. എനിക്ക് അത്രയും മനോഹരമായ ജാനകിയമ്മയുടെ പാദങ്ങളിൽ സ്പർശിക്കുവാനുള്ള യോഗ്യത പോലും എനിക്കില്ല. കാരണം അത്രയും അസാധ്യ ഗായിക, സിംഗർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ജാനകിയമ്മയ്ക്ക് പകരം ജാനകിയമ്മ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് കേട്ടോ.